ഉത്തരേന്ത്യയിൽ നടന്നുവരുന്ന ദളിത് പീഡനങ്ങൾ ദക്ഷിണേന്ത്യയിലേക്ക് വ്യാപിക്കുന്നതിന്റെ തെളിവാണ് മുതലമടയിലും കേരളത്തിലെ ദളിത് ഉന്നതികളിലും കണ്ടുവരുന്നതെന്ന PUCL. പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ നൽകുന്ന കേസുകളിൽ മാത്രം തെളിവില്ലാതാവുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കണം. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിന്റെ സാമ്പത്തിക സ്രോതസ്സാണ് മുതലമട പ്രദേശത്തെ തോട്ടമുടമകൾ എന്നതുകൊണ്ടാണ് അവരുടെ പീഡനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുന്നതെന്നും നേതാവ് അഡ്വക്കേറ്റ് PA പൗരൻ. ദളിതനായ വെള്ളയ്യനെ ഭക്ഷണം നൽകാതെ മർദ്ദിച്ചവശനാക്കിയ മുതലമടയിലെ ഹോം സ്റ്റേ ഉടമ പ്രഭുവിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് SC/ST കോർഡിനേഷൻ കമ്മിറ്റി കളക്ട്രേറ്റിന് മുമ്പിൽ നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പൗരൻ. തോട്ടമുടമ പ്രഭുവിനെ ഒളിപ്പിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥരാണെന്ന സംശയത്തിന് ബലം കൂടിവരികയാണ്. ഒട്ടനവധി കൊലപാതകങ്ങൾ നടന്നിട്ടും അവയെല്ലാം ആത്മഹത്യയാക്കി മാറ്റി. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെ അതിക്രമങ്ങൾ തുടരുമ്പോഴും പോലീസ് നടപടിയെടുക്കുന്നില്ല. ദളിത് വിഭാഗങ്ങളെ സംരക്ഷിക്കേണ്ട ജില്ലാ ഭരണകൂടം നിർജീവമാണെന്നും പൗരൻ പറഞ്ഞു. 1989 SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് എന്ന് പറയുന്ന നമ്മുടെ പാർലമെന്റ് പാസാക്കി ഇന്ത്യയിൽ എല്ലായിടത്തും പ്രവർത്തനത്തിലിരിക്കുന്ന ആദിവാസികളുടെയും പട്ടികജാതിക്കാരുടെയും ഉന്നമനത്തിനും ക്ഷേമത്തിനും അതോടൊപ്പം തന്നെ അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കുവാനും ഇത്തരം പ്രവൃത്തികൾ ഉണ്ടായാൽ അതിന് ഉത്തരവാദികളായവരെ പ്രതികളെ ഉടനടി അറസ്റ്റ് ചെയ്ത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഇപ്പോഴത്തെ മാറ്റിയിട്ടുണ്ട്. ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ സെക്ഷൻ 438 അതായത് മുൻകൂർ ജാമ്യം പോലും നിഷേധിക്കുന്ന രൂപത്തിൽ വളരെ ശക്തമായ ഒരു നിയമസംഹിതയായിട്ടാണ് അവിടെ വളരെ കാലമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളയ്യൻ എന്നു പേരായ 54 വയസ്സ് പ്രായമുള്ള ഒരു ആദിവാസിയെ അതിൻ്റെ റിസോർട്ടിൻ്റെ ഉടമയായിട്ടുള്ള സ്ത്രീയും അവരുടെ മകൻ പ്രഭുവും ചേർന്ന് അതിക്രൂരമായി മർദ്ദിക്കുകയും 5 ദിവസം അവിടെ അടച്ചിട്ട മുറിയിൽ ഇട്ടുകൊണ്ട് അവരെ ക്രൂരമായിട്ട് ഭക്ഷണം പോലും കൊടുക്കാതെ വെള്ളം പോലും കൊടുക്കാതെ പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ പോലും അനുവദിക്കാതെ വളരെ മൃഗീയമായി പീഡിപ്പിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത്. കോർഡിനേഷൻ ചെയർമാൻ T. മായാണ്ടി അധ്യക്ഷത വഹിച്ചു. വിളയോടി വേണുഗോപാൽ, വാസുദേവൻ, കാർത്തികേയൻ മംഗലം, സൊറിയൻ മൂപ്പൻ, ജയകൃഷ്ണൻ വൈദ്യർ തുടങ്ങിയവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.